കേരളം കാത്തിരുന്ന ആ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാണ്. ദിലീപിന് വലിയ ആശ്വാസം സംഭവിക്കുന്നു. ദിലീപിനെതിരെ പ്രോസിക്യൂഷന് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിക്കുന്നു. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആദ്യത്തെ 6 പ്രതികൾക്ക് കുറ്റക്കാർ എന്നുള്ള മുദ്ര ചാർത്തപ്പെടുന്നു. ഇവർക്കെതിരെ കൂട്ടബലാത്സംഗം, ഗൂഢാലോചന എന്നിവ തെളിയുന്നു. ദിലീപിന് പുറമെ 7, 9, 15 പ്രതികളെ ഒഴിവാക്കിയാണ് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം വരുന്നത്. മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് കുറ്റമുക്തനാക്കിയ ശേഷമുള്ള ദിലീപിന്റെ ആദ്യ പ്രതികരണത്തിലുണ്ടായത്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെ നീക്കം ആരംഭിച്ചത്. അന്നത്തെ പോലീസ് മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസും മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥയുണ്ടാക്കി. അതിനായി മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചുവെന്നാണ് കോടതിയിൽ ദിലീപ് പറഞ്ഞത്. ഈ കള്ളക്കഥ കോടതിയിൽ പൊളിഞ്ഞതായും ദിലീപ് പ്രതികരിച്ചു. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല കേട്ടോ, ഞാനൊന്ന് 1 വർഷം ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഖ്യാമം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് ഉണ്ട്? ആ ക്രിമിനൽ ഗൂഢാലോചന കേൾക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര് എന്ന ചോദ്യം മാധ്യമങ്ങൾ ദിലീപിനോട് ഉന്നയിച്ചപ്പോൾ പേര് അത്തരത്തിൽ സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻ ഐ ജി ബി സന്ധ്യയ്ക്കെതിരെയും ഒപ്പം മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയും ദിലീപ് വളരെ കൃത്യമായ ആരോപണം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. വ്യക്തമായി തന്നെ മഞ്ജുവിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ്. അതായത് മഞ്ജു വാര്യർ നമുക്കറിയാം, അന്ന് സിനിമാ സംഘടനകളുടെ ഈ ഇരയാക്കപ്പെട്ട നടിക്ക് അനുകൂലമായി നടന്ന യോഗത്തിൽ കൊച്ചിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ, മറൈൻ ഡ്രൈവിലെ ആ യോഗത്തിൽ സംസാരിച്ചപ്പോൾ ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടെടുത്തതെന്നാണ് ദിലീപിനെതിരെയുള്ള സംശയം തുടങ്ങുന്നതും പിന്നീട് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നതും മറ്റും. പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധമടക്കം പിന്നീട് ചർച്ചയായപ്പോൾ പൾസർ സുനിയുടെ ആരോപണം, മൊഴി അടക്കം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ അന്വേഷണം ആരംഭിക്കുകയും ദിലീപ് അറസ്റ്റിലാവുകയും മറ്റും ചെയ്തത്. അങ്ങനെ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഇന്ന് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന കാര്യം. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനം. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. 12-ാം തീയതിയാണ് ശിക്ഷ വിധിക്കുക.
ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും തുടരും. ആദ്യം ടോമിലേക്ക്. ടോം, ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. കൃത്യമായ ഡയറക്റ്റ് എവിഡൻസിലേക്ക് പ്രോസിക്യൂഷന് പോകാൻ സാധിച്ചില്ല. അത് ഇന്നലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇരയുടെ അഭിഭാഷകയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും ഈ പറഞ്ഞതുപോലെ വലിയൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷേ അപ്പോഴും കോടതി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് നിയമവൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? എന്തുകൊണ്ടാണ് നിയമത്തിന്റെ ആനുകൂല്യം ദിലീപിന് കിട്ടിയത്? രഞ്ജിത്ത്, നമുക്കറിയാം ഈ കേസിൽ, ഈ നടിയാക്രമണ കേസിൽ ദിലീപ് 8ാം പ്രതിയാണ്. ഗൂഢാലോചന കുറ്റമായിരുന്നു ദിലീപിനെതിരെ ചുമത്തിയിരുന്നത്. അതായത് കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെയുള്ള ആദ്യത്തെ 6 പ്രതികൾ, ഈ 6 പ്രതികളും ചേർന്ന് ദിലീപ് ഗൂഢാലോചന നടത്തി നടിയെ കൂട്ടബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ചില സാഹചര്യ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപും ഈ കേസിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയും തമ്മിലുള്ള അവർ ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെതായ ചില തെളിവുകൾ, ചില CCTV, ചില ദൃശ്യങ്ങൾ, ചില ഫോട്ടോകൾ. പക്ഷെ അതിനുശേഷം ജയിലിൽ നിന്നും ദിലീപിന് പൾസർ സുനി അയച്ചു എന്ന് പറയുന്ന കത്ത്, ഇതായിരുന്നു പ്രധാനമായും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ കത്തുൾപ്പെടെ അത് ദിലീപിനെതിരായിട്ടുള്ളൊരു തെളിവായി കണ്ടെത്താൻ കോടതിക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് പ്രധാനമായും പ്രതിഭാഗത്തിന് അനുകൂലമായത്, അതായത് ദിലീപിന് അനുകൂലമായത്. കഴിഞ്ഞ 8.5 വർഷത്തോളം ദിലീപിനെ സംശയനിഴലിൽ നിർത്തിയ ഒരു കേസ് കൂടിയാണ്. അതായത് സംഭവം നടന്നത് 2017 ഫെബ്രുവരി 17-നാണെങ്കിൽ ദിലീപ് അറസ്റ്റിലാകുന്നത് ജൂലൈയിലാണ്. അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. അതും ഒരു പക്ഷേ ഈ കേസിൽ ദിലീപിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് തിരിച്ചടിയായി കഴിയാതെ പോയി എന്ന് തന്നെ കരുതേണ്ടി വരും. പക്ഷെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ ഈ കേസിൽ അപ്പീൽ നൽകുന്നുണ്ട്, മേൽക്കോടതി സമീപിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ 7.5 വർഷക്കാലം എന്താണോ കോടതിയിൽ സംഭവിച്ചത്, നിയമ പോരാട്ടങ്ങൾ, സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടങ്ങൾ കണ്ടു. ഇനിയും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സർക്കാർ അത് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഹർജി നൽകും, ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുമെന്ന് നിയമമന്ത്രി പി രാജീവും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി എന്താണ് സർക്കാരിന്റെ, പ്രോസിക്യൂഷന്റെ നടപടികൾ എന്നുകൂടി പരിശോധിക്കണം. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഏവരും ഉറ്റുനോക്കിയ ഒരു വിധിയായിരുന്നു. കാരണം ദിലീപ് കുറ്റക്കാരനാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ 8.5 വർഷത്തോളം ദിലീപിനെ സംശയനിഴലിൽ നിർത്തിയൊരു കേസാണ്. ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയുണ്ട്, ദിലീപിന്റെ കൊട്ടേഷനായിരുന്നു ഈ കൂട്ടബലാത്സംഗം എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച വാദങ്ങൾ. അതായിരുന്നു കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളായിരുന്നു അതായിരുന്നു. പക്ഷെ ആ വാദങ്ങളെല്ലാം എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാതിരുന്നത്? ഇതിൽ പ്രധാനമായും ടോം, ഇതിൽ വലിയ രീതിയിലുള്ളൊരു തെളിവുകളുടെ ഒരു ശേഖരം അല്ലെങ്കിൽ സാക്ഷിമൊഴികൾ സംബന്ധിയായ കാര്യങ്ങളിൽ തുടക്കത്തിൽ സമർത്ഥിച്ചിരുന്നൊരു കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് വരുമ്പോഴേക്കും പിന്നീട് കേസിന്റെ വിചാരണ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അതിൽ സാക്ഷികൾ കൂറുമാറിയുന്നത് 1-2 പേരല്ല, 28 സാക്ഷികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂറുമാറ്റം നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രേഖപ്പെടുത്തിയ സാക്ഷികളെല്ലാം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതൊന്നും തന്നെയല്ല, പിന്നീട് പറയുന്നതല്ല. അവരെല്ലാവരും തന്നെ ദിലീപിന്റെ അടുപ്പക്കാരും ബന്ധുക്കളും അങ്ങനെയുള്ളവരുടെ നിര തന്നെയാണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെ വളരെ കൃത്യമായി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിരുന്നു. പലരും തന്നെ ഈ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോവുകയും അങ്ങനെ സുപ്രധാനമായ സാക്ഷിമൊഴികൾ പലതും തന്നെ നഷ്ടപ്പെട്ടതായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസിന്റെ ഒരു വിചാരണയിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല പിന്നീട് ഗൂഢാലോചന എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഗൂഢാലോചന 120B കുറ്റകരമായൊരു ഗൂഢാലോചന എന്ന വകുപ്പുകളിലെല്ലാം തന്നെ വരുമ്പോൾ അത് തെളിയിക്കപ്പെടുക എന്നത് വളരെ ശ്രമകരമായ, അല്ലെങ്കിൽ നിരവധിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും എവിടെയെങ്കിലും ചോർന്നു പോകാൻ കഴിയുന്ന അത്തരം സാധ്യതകളുള്ള ഒരു വകുപ്പുകളെല്ലാം തന്നെയാണ്. പക്ഷെ അത് ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ദിലീപിനെതിരെ ഈ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദിലീപിനെതിരെ പറയുമ്പോൾ അത് ശ്രമകരമായിട്ട് തന്നെ അതിൽ പ്രോസിക്യൂഷൻ വലിയ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ കൂടിയും അത് കോടതിയിൽ തെളിയിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. കോടതി തെളിവുകളെ ആസ്പദമാക്കി മാത്രം മുന്നോട്ട് പോകുമ്പോൾ ഈ പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല കോടതിയിലേക്ക് വരുമ്പോൾ തെളിവുകൾ സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൽ വലിയ രീതിയിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ദിലീപിനെതിരെ നടന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദിലീപ് ഇന്ന് പറഞ്ഞതുപോലെ തനിക്കെതിരെയാണ് സത്യത്തിൽ ഗൂഢാലോചന നടന്നത്. തീർച്ചയായും. കാരണം ദിലീപ് ഇന്ന് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ ആദ്യ ഭാര്യ
മഞ്ജു വാര്യർ ഉന്നയിച്ചൊരു കാര്യം, ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സിനിമാ പ്രവർത്തകർ അന്ന് കൂടിയ ആ സംഗമം, ആ പ്രവർത്തകരുടെ ഐക്യദാർഢ്യ ആ സമ്മേളനത്തിൽ മഞ്ജു വാര്യർ ഉന്നയിച്ച ആ ഒരു ആരോപണമുണ്ട്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ മഞ്ജു വാര്യരുടെ പ്രസ്താവനയായിരുന്നു ദിലീപിനെ സംശയം നിലനിർത്തിയത്. ദിലീപിനെതിരെ അന്വേഷണം വന്നത്, ദിലീപ് പിന്നീട് അറസ്റ്റിലാകുകയും ചെയ്യുന്നത്, ഈ കേസിൽ പ്രതിയാകപ്പെടുന്നത്. ദിലീപ് ഇന്ന് ഉന്നയിക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു. അതായത് മഞ്ജു വാര്യർ അന്ന് ഉന്നയിച്ച അതേ ചോദ്യം ഇന്ന് ദിലീപ് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദിലീപിന്റെ ഭാഗത്ത് അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഗൂഢാലോചന നടന്നതെന്ന് ഞാൻ തന്നെയാണ് തുടക്കത്തിൽ ദിലീപിനോട് ചോദിച്ചത്. പക്ഷെ ദിലീപ് അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ആരൊക്കെ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതൊക്കെ സ്വാഭാവികമായിട്ടും അറിയേണ്ടതാണ് ദിലീപ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാം, ഈ ഫെബ്രുവരി 17 ഈ കുറ്റകൃത്യം നടക്കുന്നു, ഈ ക്രൈം നടക്കുന്നു, അതിജീവിതക്കെതിരെ അതിക്രമം നടക്കുന്നു. ഫെബ്രുവരി 19 കൊച്ചിയിൽ ഈ രീതിയിലുള്ളൊരു ആളുകളുടെ നടീനടന്മാരുടെ ഒരു കൂട്ടായ്മ വരികയും അതിൽ അതിജീവിതയ്ക്ക് നടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവിടെ തിരികെ എത്തിച്ചുകൊണ്ട് അവർ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ല. ആ വേദിയിൽ വെച്ചാണ് മഞ്ജു വാര്യർ ഇത് പറയുന്നത്. ഇതിൽ കുറ്റകരമായ ഒരു ഗൂഢാലോചന ഇതിൽ ആസൂത്രിതമായി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നിടത്തുനിന്ന് പിന്നീട് അങ്ങോട്ട് ഈ കേസിന്റെ നാൾവഴികൾ എന്ന് പറയുന്നത് പിന്നീട് ദിലീപിന് പിറകിലേക്ക് പോവുകയാണ്. ഇതിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ്, അതായത് പൾസർ സുനി പിടിയിലായതിനു ശേഷം ആദ്യ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് ഒരു തവണ ദിലീപിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് പിന്നീട് അത് നിഷേധിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ ചോദ്യം ചെയ്തതായിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുന്നു, ദിലീപിലേക്ക് എത്തുന്നു. പിന്നീട് ഈ കത്ത് പുറത്തു വരികയും എല്ലാം തന്നെ ചെയ്യുന്നു. ജയിലിൽ നിന്ന് അയച്ച കത്ത് പിന്നീട് പുറത്തു വരികയും അതിനുശേഷം ദിലീപിനെയും നാദർഷയും ഇതിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പരാതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം വളരെ കൃത്യമായിട്ട് ദിലീപിലേക്ക് തന്നെയാണ് അന്വേഷണം വരികയും ചെയ്തത്. അപ്പോൾ ദിലീപ് ഇത് വളരെ പ്ലാൻ ചെയ്തു ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ദിലീപ് നടത്തിയ നീക്കങ്ങളാണിതെന്നാണ് അന്വേഷണ സംഘം ഏതായാലും പറയുന്നത്. ഏതായാലും ഇപ്പോൾ ദിലീപ് പറയുന്നു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, താൻ തന്നെ പലതവണ അത് വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനിയൊരു അന്വേഷണം വേണമോ ഇല്ലയോ എന്നതെല്ലാം ഇനിയുള്ള ഒരു ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ടാവും. കാരണം ഇതിൽ ദിലീപ് ഇപ്പോൾ അന്ന് പറഞ്ഞെടുത്ത ദിലീപ് രണ്ടാമത് കൊണ്ടും ദിലീപ് പറയുന്നു തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന് കോടതിയുടെ പടികൾ ഇറങ്ങി വരുന്നു. ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് ഈ പിറകിലൂടെ മുഖം കാണിക്കാതെ പോയ ദിലീപ് അല്ല തിരിച്ചു വരുന്ന ദിലീപിന് ഈ വർഷങ്ങളുടെ അത്രയും കണക്കുകൾ പറയാനുണ്ടായെന്ന് നമുക്കെല്ലാവർക്കും തന്നെയായിരിക്കാം. കാരണം ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു ക്ലൈമാക്സ് പോലെയാണ് നമുക്ക് അവസാനത്തെ രംഗം കണ്ടപ്പോൾ തോന്നിയത്. മാത്രമല്ല തിരിച്ചു വന്നപ്പോൾ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ആ രീതിയിൽ തൻ്റെ 8 വർഷം തനിക്ക് പറയാനുള്ളത് കേൾക്കണം. കാരണം നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിനും ദിലീപ് മറുപടി പറഞ്ഞില്ല. ഞാൻ പറയാം, ഇത്രയും വർഷം നിങ്ങൾ ചർച്ച ചെയ്തല്ലോ, ഇനി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ഒരു ചോദ്യത്തിന് പോലും, മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറഞ്ഞില്ല. പക്ഷേ ഡാനി, അതിനുശേഷം ഈ പുറത്ത് തിങ്ങിക്കൂടിയ ദിലീപിന്റെ ആരാധകരുണ്ടായിരുന്നു, സാധാരണക്കാരായ ജനങ്ങളുണ്ടായിരുന്നു. ദിലീപിന്റെ ആരാധകരെ ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചു. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? സാധാരണക്കാർ ഇവിടെ ഇന്ന് കൂടിയ ആളുകൾ എന്ന് പറയുന്നത് ഈ വാദങ്ങൾ കേട്ട് പ്രതികരിച്ചവർ പലരുണ്ട്. ആ പ്രതികരിച്ചവർ പലരും തന്നെയും ദിലീപ് ഒരു ഫാൻസ് എന്നെല്ലാം തന്നെ പറയാവുന്ന ആൾക്കാർ, ദിലീപ് ഫാൻസ് എന്ന് മുഖത്ത് എഴുതി വെച്ച ആളുകൾ തന്നെയാണ് ഇവിടേക്ക് വരികയും ചെയ്തത്. അവരെ മാധ്യമങ്ങളുടെ നേർക്ക് പോലും അവർ അത് പറയുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളിനി മധുരം കഴിക്കുന്നെല്ലാം തന്നെ വെച്ച് നീട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വിതരണം ചെയ്യുകയും ആഘോഷ പ്രകടനം എല്ലാം നടത്തിയതും ഈ വിവരങ്ങൾ അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തിയതും എല്ലാം ഈ ഫാൻസ് വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയായിരുന്നു. അവർ പുതിയ ചിത്രം ആഘോഷമാക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ദിലീപിൻ്റെ ഒരു നേരത്തെ ടോം സൂചിപ്പിച്ച സിനിമാ സ്റ്റൈൽ എൻട്രി ആണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തുടരാം എന്ന രീതിയിൽ തന്നെ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവർ മാത്രമാണ് ഇന്ന് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തത്. മറ്റുള്ളവർ ഈ കോടതി വിധിയാണ്, ഇനിയിപ്പോൾ അതിന് അപ്പീൽ പോകാം ആ രീതിയിലുള്ള ചിലര് നടിക്ക് ഈ ഇരയ്ക്ക് നീതി കിട്ടിയില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരു പൊതുബോധമുണ്ട്. പക്ഷെ പൊതുബോധമല്ല നമ്മുടെ നിയമം പരിഗണിക്കുന്നത്. സ്വാഭാവികമായും പല കേസുകളിലും ഇതുപോലെ ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവർ കുറ്റവിമുക്തരാകുമ്പോൾ അവിടെ ഇരയ്ക്ക് നീതി കിട്ടില്ല എന്ന വാദം സ്വാഭാവികമായും ഉണ്ടാകാം. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അത്തരമൊരു വാദം, അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമാ പ്രവർത്തകർക്കിടയിൽ അത്തരമൊരു ചിന്തയുണ്ടോ? ഒരു ഇരയ്ക്ക് നീതി കിട്ടിയില്ല, കാരണം ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ 12-ാം തീയതി വിധിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കൊണ്ടല്ലേ?
ഏതാണ്ട് അത് തന്നെയാണ്. കാരണം ദിലീപ് ഇതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആണ് ഇനിയിപ്പോൾ ഈ കേസ് എന്ത് എന്നുള്ളത്. അത് കാരണം ഇതിലെ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്ലാമർ നഷ്ടപ്പെടും. ഈ കേസിൻ്റെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആകർഷകമായ ഇനം അതിൽ ദിലീപ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. അതിൽ അതങ്ങ് മാറി നിൽക്കുന്നു എന്നതാണ്. കാരണം ഈ ഒരു തിക്കും തിരക്കും ഇന്ന് രാവിലെ വരുമ്പോൾ നമ്മൾ മുൻപ് വന്ന കോടതി പരിസരം ഒന്നും അല്ല ഇന്ന് കണ്ടത്. ഇന്ന് വലിയ സെക്യൂരിറ്റിയും ഇതിനകത്തേക്കുള്ള പ്രവേശനമെല്ലാം തന്നെ നിയന്ത്രിച്ചും വലിയ രീതിയിൽ പോലീസിന് സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. മറ്റുള്ളവർ ഈ കേസ് നടി ആക്രമിച്ച കേസിൽ ആർക്ക് ശിക്ഷ എന്നല്ല, ദിലീപിന് കിട്ടിയോ, ദിലീപിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമേ അത് ഉയരുന്നുള്ളൂ. അത് ആ രീതിയിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു ഇരയ്ക്ക് നീതി ലഭിച്ചോ എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് ഈ ദിലീപിനെ ഇതിൽ കുറ്റക്കാരനല്ല എന്ന് കാരണം അത് തന്നെയാണ്. കാരണം ഈ കേസിന് ഒരു പ്രത്യേകത അത് തന്നെയായിരുന്നു അല്ലേ ഡാനി? കാരണം ഒന്ന് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ അല്ലെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അപൂർവമായൊരു കേസ്. കാരണം ഒരു കൊട്ടേഷൻ നൽകി കൂട്ടബലാത്സംഗം ചെയ്യുന്നു. അതോടൊപ്പം ഒരു ഇരയും പ്രതിയും ഒരു സിനിമാ മേഖലയിലുള്ളവർ, വലിയ സ്വാധീനമുള്ളവർ, പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ആളുകളാണ് ഇതിനകത്ത് ഇരയായും പ്രതിയായും വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു കേസിന് ഇത്രയധികം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായത് അല്ലേ? അത് തന്നെയാണ്. കാരണം ഇതൊരു സിനിമാ മേഖലയിലുള്ളൊരു കേസാവുമ്പോൾ പക്ഷേ എന്ത് കേസാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് വലിയ വലുതാണ്. കാരണം നമ്മുടെ നഗരത്തിൽ നമ്മുടെ ഈ നഗരത്തിനിടയിൽ വെച്ചൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന് പറയുന്നത് നടിയല്ല മറ്റെന്ത് തന്നെയാണെങ്കിലും അത് അതീവ ഗുരുതരമായ ഒരു ശിക്ഷ. ഇവിടുത്തെ ഒരു സംവിധാനങ്ങളിലെ നീതിന്യായ സംവിധാനങ്ങൾ അതിൻ്റെ എല്ലാം തന്നെ ഒരു പൊതുഘടകത്തെ തന്നെയാണ് ഇത് ചോദ്യം ചെയ്തത്. ഇതെല്ലാം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത്. അതിൽ അവർ പറയുന്നുണ്ട് പിന്നീട് നടത്തിയ ആ വഴി എല്ലാം തന്നെ വാഹനം ഓടുമ്പോൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലെന്ന് തനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ തന്നെയാണ്. അത് ഒരു ചോദ്യം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്ന ഒരു നടിയുടെ പരാതിയിൽ അല്ലെങ്കിൽ നടിക്ക് സംഭവിച്ച ദുരവസ്ഥയിൽ ഒരു നടൻ്റെ കൊട്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എലമെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്ര കണ്ട് ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെട്ടതും എന്ന് തന്നെ പറയാം. ഇത് മറ്റെങ്ങുമില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ളൊരു കൊട്ടേഷൻ പരിപാടിയാണത്. അതിൽ സംശയമൊന്നുമില്ല. അതൊരു കാര്യം. അതോടൊപ്പം തന്നെയാണ് ഒരു നടൻ ഇതിൽ പ്രതിയാക്കപ്പെടുന്നത്. നടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു സമസ്ത മേഖലയിലും സമഗ്രാധിപത്യമുള്ള ഒരാൾ. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഒരു നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പോകുന്ന ആ ഒരു സമയത്താണ് ഈ രീതിയിലുള്ളൊരു കേസുണ്ടാകുന്നത്. പിന്നീട് ഇതെല്ലാം തന്നെ പടിപടിയായി ഒഴിഞ്ഞുകൊണ്ട് പിന്നീട് പൊതു രംഗത്ത് നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വരികയും പിന്നീട് അഭിനയിച്ച ചിത്രങ്ങൾ പോലും അതിൽ നമ്മൾ പറയുന്ന പോലെ പച്ച തൊടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത് ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന കോടതി വിധി ഒരുപക്ഷെ ഈ സിനിമയോട് അതിന് തിരിച്ചുവരവിനോടെല്ലാം തന്നെ ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരു സിനിമാ കഥ പോലെ തന്നെയാണ്. കാരണം 2017 ഫെബ്രുവരി 17 സംഭവം ഉണ്ടാകുന്നു. 18 രാവിലെ പുലർച്ചെ വാർത്ത കേൾക്കുന്ന ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗത്തിരയാക്കുന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം സിനിമയേക്കാൾ വലിയ ഒരു ക്രൈം ത്രില്ലർ കഥകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയി എന്ന് കരുതാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും ഇനി നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകും. കേസിനെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും? കാരണം ഈ 1.5 വർഷ കാലയളവിൽ നടന്ന നിയമ പോരാട്ടങ്ങളെക്കാൾ വലിയ സംഭവബഹുലമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം. സ്വാഭാവികമായും ഇത് കീഴ്ക്കോടതിയാണ്. ഹൈക്കോടതിയിലേക്കടക്കം ഇനി അപ്പീൽ പോകുന്നു. സർക്കാർ തന്നെ അത് ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രോസിക്യൂഷൻ നേരത്തെ വ്യക്തമാക്കുന്നു ഇത് അപ്പീൽ പോകുന്നു എന്നെല്ലാം തന്നെ പറയുന്നു. അപ്പോൾ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. ഏതായാലും പക്ഷേ അപ്പോഴും ഈ കീഴ്ക്കോടതിയിൽ നേടിയെടുത്ത ഒരു വിജയം അതൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. കാരണം അതിൽ പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളത് അത് ചൂണ്ടിക്കാണിക്കപ്പെടാം. അത്തരം കാര്യങ്ങൾ പോകാം. അപ്പോൾ അതൊരു വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അത് മുന്നോട്ട് പോകുക എന്നുള്ളത്. മേൽക്കോടതിയിലേക്ക് പോകാം. പിന്നീട് അതിൽ എങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും എല്ലാം തന്നെ അതിൻ്റെ സാധ്യതകൾ നിൽക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകുന്നു. എന്തായാലും പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനല്ല. ഇന്നിപ്പോൾ താൽക്കാലികമായൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. പക്ഷേ താൽക്കാലികമായ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു വിജയം, അടിസ്ഥാന വിജയം ദിലീപ് നേടിയിരിക്കുന്നു എന്നത് തന്നെ. അതാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് പൊതുവെ നമ്മളൊക്കെ കരുതിയെങ്കിൽ ദിലീപിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതി. ദിലീപിന്
നിയമപരമായി കിട്ടിയൊരു വിജയമാണ്. കാരണം കഴിഞ്ഞ 7.5 വർഷത്തോളം 8 വർഷത്തിലധികമായി ദിലീപിനെ പൊതുസമൂഹം മലയാളികൾ ഒരു കുറ്റക്കാരനായി കണ്ടുവെങ്കിൽ, ഒരു പ്രതിയായി കണ്ടുവെങ്കിൽ, അയാളിലേക്ക് ഒരു സംശയ മുന നീണ്ടുവെങ്കിൽ ഇന്ന് ആ കേസിന് ഒരു പരിധിവരെയും ഒരു പരിസമാപ്തിയായി. പക്ഷേ പൂർണ്ണമായും ഒരു ക്ലൈമാക്സ് ആയിട്ടില്ല. ഇനിയും നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകും. കാരണം അതിജീവിതയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല. സിനിമാ പ്രവർത്തകർ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ച, അതായത് നടിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന, അതിജീവിതയ്ക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന ആ ആളുകൾ പ്രതീക്ഷിച്ചൊരു വിധിയല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള തുടർ നടപടിയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അപ്പീലിന് പോകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ച പശ്ചാത്തലമുണ്ട്. ഒപ്പം സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഇരയ്ക്കൊപ്പമാണെന്നും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും പറയുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ ഇനി നിയമ പോരാട്ടം ഉണ്ടാകും. നേരത്തെ ടോമും ഡാനിയും പറഞ്ഞതുപോലെ ഇതൊരു അന്തിമ വിധിയല്ല. മേൽക്കോടതികളിലേക്ക് നിയമപോരാട്ടം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിഭാഷക ജീവിതത്തിൽ ഇതുപോലെ തെളിവില്ലാത്ത മറ്റൊരു കേസ് കണ്ടിട്ടില്ലെന്നാണ് ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ള പറഞ്ഞത്. 2022 അവസാനിക്കേണ്ട കേസ് പ്രോസിക്യൂഷൻ അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും രാമൻപിള്ള പറഞ്ഞു. കോടതി വിധി വന്നതിന് ശേഷം ദിലീപ് രാമൻപിള്ളയെ വീട്ടിലെത്തി കണ്ടു. കാലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയാണ് അദ്ദേഹം. ചെറിയൊരു കേസ് ഞാൻ നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു തെളിവും സത്യമായിട്ട് തെളിവില്ലാത്ത ഒരു ചാർജ് കണ്ടിട്ടുമില്ല. ഈ കാലം അത്രയും ഈ കേസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാറിനെ പ്രേരിപ്പിച്ച് ഘടകം പറഞ്ഞു. ഒരു കള്ളക്കേസ്, അത് ഇപ്പം ഞാൻ ആ കേസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ പോലും മാറ്റിയത് ഈ കേസ് കൊണ്ട്. 2020 ജാനുവരി കേസ് തുടങ്ങി. 2021 ഡിസംബർ ആയപ്പോഴത്തേക്ക് 200 സാക്ഷികൾ വിസ്തരിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് വിറ്റ്നസ് ബൈജു പൗലോസ്, അയാളുടെ മൊഴിയെടുക്കാൻ വേണ്ടി വെച്ച ദിവസമാണ്. അന്ന് പ്രോസിക്യൂട്ടർ ഒരു കാര്യമില്ല ഇറങ്ങിപ്പോയി. അന്നുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ കോടതി ഹാജരായുമില്ല. അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ 2022 ഏപ്രിലിൽ തീരേണ്ട കേസ്. 2022 ഏപ്രിലിൽ അവസാനിക്കേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ അത് പ്രോസിക്യൂഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യഘട്ടം മുതൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. കള്ളത്തെളിവുകൾ, അതായത് തെളിവുകളില്ലാത്ത കള്ളത്തെളിവുകൾ മാത്രം ഹാജരാക്കിയ ഒരു കേസാണ് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകനായ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി രാമൻപിള്ളയുടെ വാദം. വിധി അന്തിമമല്ലെന്നും മേൽക്കോടതികളുണ്ടെന്നും മുൻ DGP ബി സന്ധ്യ പ്രതികരിച്ചു. അന്വേഷണ സംഘം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എന്നാൽ ഗൂഢാലോചന തെളിയിക്കൽ വെല്ലുവിളിയായിരുന്നു. അന്തിമ വിധി വരെ ഇരയ്ക്കൊപ്പമുണ്ടാകുമെന്നും ബി സന്ധ്യ പറഞ്ഞു. ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇനിയും അങ്ങനെ തന്നെയാണ്. വിധി പകർപ്പ് വന്ന ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും. മുഖ്യമന്ത്രി ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതിജീവിതയുടെ പോരാട്ടത്തിൽ എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു. എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു. ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെന്റ് നൽകും. വിധിയുടെ പൂർണ്ണരൂപം വന്നിട്ടില്ല. വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വിധിയുടെ പൂർണ്ണരൂപം വരട്ടെ, അത് ഗവൺമെന്റ് പരിശോധിക്കും. നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിധിയുടെ പൂർണ്ണരൂപം വന്നതിന് ശേഷം ഗവൺമെന്റ് ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടതെന്നും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിജീവിതക്കൊപ്പമാണ് ഗവൺമെന്റ്. ഇന്നേ അവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ്. ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത കോടതിയിലേക്ക്
പോകേണ്ടി വരും. അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും. അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് CPIM എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും. CPIM ഉറച്ച നിലപാടാണ്, അതിജീവിതക്കൊപ്പമാണ്. ആ നിമിഷം മുതൽ ഇന്ന് വരെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അന്വേഷണ സംഘത്തിൽ ക്രിമിനൽ പോലീസുകാരെന്ന ദിലീപിന്റെ പരാമർശം ഗുരുതരമെന്ന് മുൻ നിയമമന്ത്രി AK ബാലൻ. ബി സന്ധ്യ ക്രിമിനലാണെന്ന അഭിപ്രായം തനിക്കില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയുന്നതിന് ഇപ്പോൾ അടിസ്ഥാനമില്ലെന്നും ഗൂഢാലോചന തെളിയിക്കാൻ മേൽക്കോടതികളുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. കോടതിയുടെ മുമ്പിലുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്തി ആൾക്കാരെ ശിക്ഷിപ്പിക്കുകയും ചെയ്യുന്നത്. കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ ശിക്ഷിച്ചിട്ടുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. കോടതി അത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവും. ഞാനത് വിധി ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക പ്രതിക്കാണ് കോടതി. അതിൻ്റെ അർത്ഥമൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല. എന്തായാലും ഇതിൽ നേതൃത്വം കൊടുത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഗൂഢാലോചന തെളിഞ്ഞില്ല. ഈ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാവുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഇനിയും അപ്പലേറ്റ് കോർട്ടുകൾ, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ആ റെമഡിയൽ മെഷേഴ്സൊക്കെ സ്വീകരിക്കാം. അത് അവർ സ്വീകരിക്കേണ്ടത്. അതെപ്പോഴും അതിജീവിതയുടെ കൂടെ തന്നെയാണുള്ളത്. നാളെ ഇതുവരെ നിന്നിട്ടുള്ളത് അതാണ്. ശക്തമായിട്ടുള്ള നിലപാട് കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. നടിയെ ആക്രമിച്ച കേസിൽ വിധി തൃപ്തികരമല്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പരാജയമാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ഒരു തൃപ്തികരമല്ല. പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർത്ഥിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിൻ്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെട്ടതിൽ ആശ്വാസമെന്ന് VD സതീശൻ. ദിലീപിനെ വെറുതെ വിട്ടതിൽ സർക്കാർ അപ്പീൽ പോകുന്നത് സ്വാഭാവികമാണെന്നും ജഡ്ജ്മെന്റ് റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സതീശൻ പറഞ്ഞു. പൂർണ്ണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ്, അതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത്. അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ല, തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ. ഈ കേസിൽ അപ്പീൽ പോകുമല്ലോ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സർക്കാർ അപ്പീൽ പോകും. കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കും. അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി, അവിടെ വിചാരണയൊന്നും നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും. നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കേണ്ടത്. ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ഫെഫ്ക അംഗങ്ങളെ ഒരു മര്യാദയുമില്ലാതെ പോലീസ് ചോദ്യം ചെയ്ത കേസാണിത്. മലയാള സിനിമയെ പല ചാലുകളിലേക്ക് ഈ കേസ് മാറ്റി. വിധിയിൽ അമിതാഹ്ലാദമോ പ്രതിഷേധമോ ഇല്ലെന്നും B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ദിലീപിനെ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുക്കും.
കേസിലെ വിധി നീതി നിഷേധമെന്നാണ് കെ അജിത പ്രതികരിച്ചത്. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ദിലീപ് ജയിലിൽ കിടന്നത് വലിയ കാര്യമാണ്. അന്വേഷണം നേരായ ദിശയിലായിരുന്നതായും പ്രോസിക്യൂഷൻ ശക്തമായി ഇടപെട്ടതായും അജിത പറഞ്ഞു. ഈ വിധി അത്യന്തം നീതി നിഷേധമാണ് എന്ന് പറയാതെ വയ്യ. തെളിവുകളില്ലാത്തത് കൊണ്ടല്ല ഈ വിധി വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾ ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇത് പണമോ സ്വാധീനം, മറ്റു തരത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനങ്ങളോ എന്തൊക്കെയാണ് കളിച്ചതെന്നുള്ളത് പിന്നീട് ചരിത്രം പറയും. ഇത് ഉയർന്ന കോടതിയിൽ പോയാൽ ഒരുപക്ഷെ വിജയം കിട്ടിയേക്കാം. അതുകൊണ്ട് ദിലീപിനുള്ള ആ ഭീഷണിയുണ്ടല്ലോ, അത് അവസാനിക്കുന്നില്ല. മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ അതിജീവിതയാണ്. ആ നടി, ആക്രമിക്കപ്പെട്ട നടി ഞാൻ അതിജീവിതയാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് സാങ്കേതികമായി ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായാലും അതൊരു തോൽവിയായിട്ടേ കേരളത്തിലെ ജനങ്ങളോ സ്ത്രീകളോ കണക്കാക്കുന്നില്ല. അവൾക്കൊപ്പം എന്നുള്ളത് ഇന്നും ജനങ്ങൾ അവൾക്കൊപ്പം തന്നെയാണ്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി സുഹൃത്തുക്കൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അവൾക്കൊപ്പം എന്നെഴുതിയ പോസ്റ്ററുകൾ സമൂഹമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തു. WCC അംഗങ്ങളായ പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ തുടങ്ങിയവരാണ് പിന്തുണ ആവർത്തിച്ചത്. ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ പ്രദർശനമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പാർവതി വിമർശിച്ചു. യഥാർത്ഥത്തിൽ നടിക്ക് ഈ വിഷയത്തിൽ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്? ദിലീപിന്റെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? വീണ്ടും ടോം കുര്യാക്കോസ് ചേരും. ടോം, കോടതി വിധിയുടെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആ കോടതിയുടെ വിധിപ്പകർപ്പൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ലഭിച്ചു എന്ന് വേണം കരുതാൻ. അതിലൊന്ന് കൃത്യമായ തെളിവുകളുടെ അഭാവമാണ്. നേരത്തെ ഡാൻ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഈ കാണിച്ച ചന്ദ്രകുമാറിൻ്റെ മൊഴിയായാലും ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയായാലും ഒപ്പം അത് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ദിലീപിൻ്റെ കണക്ഷൻസ് ആയാലുമൊക്കെ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. ഇതൊക്കെ ഹിയർസേ എവിഡൻസുകൾ മാത്രമാണ് എന്നും ഈ പൾസർ സുനി എന്ന ആൾ സിനിമയിലെ പല ആളുകളുടെ ഡ്രൈവറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ദിലീപുമായി പരിചയം കാണും. അത് ഗൂഢാലോചനയുമായി കൂട്ടിക്കെട്ടാനാവില്ല എന്നൊക്കെ ആയിരുന്നു പ്രതിഭാഗം വക്കീലിൻ്റെ വാദം. അത് പ്രോസിക്യൂഷന് ഖണ്ഡിക്കാനായില്ല. ഗൂഢാലോചന എന്ന 120B IPC 120B വകുപ്പ് നമുക്കറിയാം വളരെ കൃത്യമായ തെളിവുകൾ കൂടി വേണ്ട ഒരു വകുപ്പാണ്. അതിശക്തമായ തെളിവുകൾ വേണം. അതിനനുസരിച്ചുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം കൂടി ദിലീപിന് അനുകൂലമായിരുന്നു, അല്ലേ? രഞ്ജിത്ത്, ഇവിടെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്രയധികം കാലതാമസമുണ്ടായി? കാരണം 2017 ഫെബ്രുവരിയിൽ നടന്ന കേസ് ജൂലൈയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ജൂണിലാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതുവരെയും, അതായത് ഈ സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം നടി മഞ്ജു വാര്യർ, ദിലീപിന്റെ ആദ്യത്തെ ഭാര്യയായ മഞ്ജു വാര്യർ അന്ന് ഉന്നയിച്ചൊരു ആരോപണം ഇതായിരുന്നു: ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നു. അന്ന് തന്നെ അത് ദിലീപിലേക്ക് വിരൽ ചൂണ്ടിയതാണ് ആ സംശയങ്ങൾ. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അത്രയധികം കാലതാമസം ദിലീപിനെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ അത്രയും കാലതാമസം ഉണ്ടായത്? മാത്രമല്ല, വലിയ സമ്മർദ്ദം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ അന്വേഷണ കാലയളവിൽ ഉണ്ടായി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ദിലീപിനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടോ എന്ന കാര്യത്തിൽ പോലും തുടക്കത്തിൽ പല സന്ദേഹങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അതിനിടെയാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മ, അതായത് മഞ്ജു വാര്യർ ഉൾപ്പെടെ, രേവതി ഉൾപ്പെടെയുള്ളവർ, പാർവതി തിരുവോത്ത്, അങ്ങനെയുള്ള പ്രമുഖ ചലച്ചിത്ര നടിമാർ രംഗത്തിറങ്ങുന്നു. അതിജീവിതയ്ക്കൊപ്പം അവർ നിയമ പോരാട്ടം നടത്തുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നു. WCC രൂപീകരിക്കുന്നു. അങ്ങനെ വലിയ പോരാട്ടം ഒരു വശത്ത് നടത്തിയവർ, അങ്ങനെയാണ് ദിലീപിന്, അതായത് ശക്തമായ ഒരു വികാരം, ദിലീപിനെതിരെ വികാരമുണ്ട് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. കേരളത്തിലെ പൊതുജനങ്ങളും ആ രീതിയിൽ സംശയിച്ചു. ദിലീപിന്റെ ഒരു ഗൂഢാലോചനയാണ്, ദിലീപിന്റെ കൊട്ടേഷനാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാനും ഒരു പരിധിവരെ അത്തരം ഈ ചലച്ചിത്ര താരങ്ങളുടെ പോരാട്ടം കൊണ്ട് അവർക്ക് അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയും തുടക്കത്തിൽ ഈ സിനിമാ സംഘടനയുടെ, അമ്മയുടെ
ഉൾപ്പെടെയുള്ള പിന്തുണ ദിലീപിന് ഒരു വശത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ കേസിൽ കോടതിയിലെത്തിയപ്പോൾ കേസ് കോടതിയെത്തി, വിചാരണ നീണ്ടുപോയി, പിന്നീട് സുപ്രീം കോടതി വരെയും ഈ അതിജീവിതയ്ക്ക് പോരാട്ടം നടത്തേണ്ടി വന്നു. അങ്ങനെ 2019 വിചാരണ 6 മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായി. പക്ഷെ അതിനുശേഷമാണ് കോവിഡ് മഹാമാരി വന്നത്. അങ്ങനെ വീണ്ടും വിചാരണ നീളുന്നു. 2021 കൂടി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നു. എവിടെയായിരുന്നു ആ 3-4 വർഷം ബാലചന്ദ്രകുമാർ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ആ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഈ തെളിവുകൾ ഒരുപക്ഷെ കൂടുതൽ ദിലീപിനെതിരെ സമാഹരിക്കാൻ കഴിയുമായിരുന്നു. ആ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സമയത്ത് വെളിപ്പെടുത്തിയത്? അതുവരെയും മറ്റ് സമ്മർദ്ദങ്ങളോ ഭീഷണിയോ ഉണ്ടായിരുന്നു. അതോടൊപ്പം ചില സാക്ഷികളുടെ കൂറുമാറ്റം, അങ്ങനെ പല ഘടകങ്ങളും ഈ കേസിൽ തിരിച്ചടിയായി, പ്രോസിക്യൂഷന് തിരിച്ചടിയായി. ഇതോടൊപ്പമാണ് ഈ കോടതിയിലുണ്ടായിരുന്ന, അതായത് കേസിലെ പ്രധാനപ്പെട്ട തെളിവായിരുന്ന നടിയെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിവാദം. അത് കോടതിയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ ഉന്നയിച്ചു. വീണ്ടും ഈ അതിജീവിതയ്ക്ക് നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. എന്ത് അട്ടിമറിയാണ്? ആരാണ് അട്ടിമറിക്ക് പിന്നിൽ? അവിടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിന് കൂട്ടുനിന്നോ? അത്തരം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അട്ടിമറി ഉണ്ടായി എന്ന് ഒരു വിഭാഗം ആളുകൾ കരുതുന്നത്, വിശ്വസിക്കുന്നത്. ഡാനി പോളിലേക്ക്. ഡാനി, ഇവിടെ അങ്ങനെ പല അട്ടിമറികളും ഈ കേസിൽ കണ്ടതാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ള, വളരെ നാടകീയമായിട്ടുള്ള പല കാര്യങ്ങളുമായിരുന്നു, പല മുഹൂർത്തങ്ങളും സാക്ഷ്യം വഹിച്ചൊരു കോടതിയാണിത്. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന് എവിടെയായിരിക്കും തിരിച്ചടി ഉണ്ടായത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് എവിടെയാണ് വീഴ്ച ഉണ്ടായത്? ഈ ദിലീപിന്റെ അറസ്റ്റിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കാലതാമസം ഉണ്ടായത് ഒരു തിരിച്ചടിയാകാൻ കാരണമായിട്ടുണ്ട്. അത്തരം ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. കാരണം ഇതിലൊരു ആദ്യ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നു, അതിനുശേഷമാണ് പിന്നീട് ദിലീപിലേക്കും എല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യ സമയത്ത് തന്നെ ദിലീപിനെ ചോദ്യം ചെയ്തതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിയും വിജീഷും അറസ്റ്റിലായ സമയമുണ്ട്. ഈ കോടതിയുടെ പടികളിൽ വെച്ച് തന്നെയാണ് അവർക്ക് പിറകെ പോലീസ് ഓടുന്നതും കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവരെ പിടികൂടുന്നതും എല്ലാം സംഭവിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അതിനുശേഷം പിന്നീട് പൾസർ റിമാൻഡിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ദിലീപിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ ഒരിടത്തും ഒരിക്കൽ പോലും അത് സമ്മതിക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇവരിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലെല്ലാം പറയുന്നത് ഇതിൽ ദിലീപിലേക്ക് കൃത്യമായൊരു പാലം ഇവരുടെ അറസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, കൃത്യമായൊരു തെളിവ് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് തെളിയിക്കുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനം. അത് ആ രീതിയിലേക്ക് തന്നെ പോകുന്നു. പിന്നീടാണ് ദിലീപിലേക്ക് ആ ചോദ്യം ചെയ്യലടക്കമുണ്ടാകുന്നത്. ജൂൺ 28-ന് ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്ത് ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. അത് ഏതാണ്ട് അറസ്റ്റിന്റെ ഒരു പ്രതീതി ജനിപ്പിച്ച ഒരു കാര്യമാണ്. കാരണം ദിലീപ് അറസ്റ്റിലാകുന്നു എന്ന രീതിയിൽ തന്നെ അന്ന് ആ കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ അപ്പോഴും പിന്നെയും ദിലീപിനെ അവിടെ നിന്ന് വിടുതൽ നൽകുകയാണ്. പക്ഷേ ഇതൊന്നും ഒരു അറസ്റ്റിനുള്ളൊരു വൈകൽ എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ തെളിവുകളില്ലാതെ അറസ്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാനായിട്ട് കഴിയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ കോടതി വിധിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോടതി 7 വർഷത്തിന് ശേഷം ഒന്നും ദിലീപിന് വിചാരണ പോലെ നീണ്ടുപോകേണ്ടി, അതിനു മുന്നേ ദിലീപ് ചിലപ്പോൾ ഇതിൽ നിന്ന് വിടുതൽ വാങ്ങിയാനായിരുന്നു. പക്ഷേ പോലീസ് അത്രയധികം തെളിവുകൾ കാര്യങ്ങളെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് എട്ടാം പ്രതിയായ ദിലീപ് ഇപ്പോഴും ആ കേസിന്റെ ഭാഗമായിട്ട് തന്നെ കേസിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിലിപ്പോൾ ആ വിധിയിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അങ്ങനെ ദിലീപിനെതിരായ തെളിവുകളുടെ ഒരു സമാഹരണം, അത് എങ്ങനെയാണ് അത് കുറഞ്ഞു പോയത് അല്ലെങ്കിൽ കുറവായി വന്നത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിന് പ്രോസിക്യൂഷൻ തന്നെയാണ് കൃത്യമായൊരു മറുപടിയും പറയേണ്ടത്. പക്ഷേ ഇതുവരെയും നിരത്തിയ തെളിവുകൾ അത് കൃത്യമാണ്, അവരത് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നതെല്ലാം തന്നെയും കൃത്യമായൊരു തെളിവുകൾ തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തി. പക്ഷേ അവിടെയാണ് വിശ്വാസയോഗ്യമായ തെളിവുകൾ എന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടി വേണ്ടത്. പക്ഷേ അത് പല മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പല ചോദ്യങ്ങളും കോടതി കാര്യങ്ങളിലെല്ലാം തന്നെ ചോദിക്കുകയും ചെയ്തു. ഇതിൽ പലപ്പോഴും ഇതിൽ ഒരു ഇടപെടൽ നടന്നു എന്നെല്ലാം തന്നെ പറയുന്നത് ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവങ്ങളെല്ലാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന വലിയ ചോദ്യമുണ്ട്. അത് നമ്മുടെ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരാൾ കോടതിയിലേക്ക് ഒരു കാര്യം സമർപ്പിക്കപ്പെട്ടാൽ അത് കോടതിയുടെ സംരക്ഷണയിലിരിക്കുന്ന ഒരു കാര്യമാണ്, ജുഡീഷ്യറിയുടെ സംരക്ഷണത്തിൽ പോണതാണ്. അതിന്റെ ഉത്തരവാദിത്വവും എല്ലാം തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെയാണ്. പക്ഷെ അതും ഉണ്ടാവുന്നില്ല.
അത് ഹാഷ് വാല്യൂ മാറിയത് എങ്ങനെയെന്ന് കോടതി പോലും കോടതി പോലും ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇത് ഗുരുതരമായ കൃത്യമാണ് എന്ന് കോടതി പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുന്നവരാണ് പ്രതിഭാഗമെന്ന് അത് പൊതുസമൂഹത്തിനടക്കം ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പലതവണ അത് ചോദ്യമായിട്ട് എല്ലാം തന്നെ വന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യമായി ഉയർന്നതാണ്. എങ്ങനെയാണ് ഈ ഹാഷ് വാല്യൂ മാറുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെടൽ നടത്താൻ കഴിയുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ ചോദ്യങ്ങൾ ഉയർന്നത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സമാഹരിക്കപ്പെട്ട തെളിവുകളുടെ എത്രത്തോളം അതാണ് സാഹചര്യം. നമുക്ക് ദിലീപിന്റെ വീട്ടിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. ഇപ്പോൾ കാണുന്നത് ദിലീപിന്റെ വീട്ടിലെ ആലുവയിലെ വീട്ടിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സിനിമാ രംഗത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണ ദിലീപുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇപ്പോൾ ദിലീപ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് ദിലീപുമായി ബന്ധപ്പെട്ടവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാവ്യ മാധവനെ ദൃശ്യങ്ങളിൽ കാണാം, ദിലീപിൻ്റെ സഹോദരിമാരെ ദൃശ്യങ്ങളിൽ കാണാം, ദിലീപിൻ്റെ മറ്റ് ബന്ധുക്കൾ കുട്ടികളടക്കമുള്ള ആളുകളെ ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞ വലിയ ആഘോഷം അവിടെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 8-9 വർഷം നീണ്ട വിചാരണ, വലിയ കരിയറിലെ പ്രതിസന്ധി, കുടുംബത്തിലെ പ്രതിസന്ധിക്കൊക്കെ ശേഷം ഇപ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ് നടൻ. ഇപ്പോൾ വലിയ ആജ്ഞ രവീന്ദ്രൻ അവിടെ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ദിലീപിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ദിലീപ് വീട്ടിലേക്ക് എത്തിയത്, സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. അവിടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട്. അവർ വലിയ ആകാംക്ഷയിലായിരുന്നു. എന്താണ് ഈ കേസിൽ ഉണ്ടാവുക എന്നുള്ളത് ആർക്കും പ്രവചിക്കാനാകാവുന്ന ഒന്നായിരുന്നില്ല. അതിശക്തമായ വാദഗതികൾ നടന്ന ഒരു കേസാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു വിധിന്യായം ദിലീപിനെതിരായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് അറിയാം. കൃത്യമായി തന്നെ ജയിലിലേക്ക് പോകേണ്ട ഒരു പശ്ചാത്തലം കൂടി ഇന്ന് ഒരുങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ തൻ്റെ ആലുവയിലെ വീട്ടിലേക്ക് ദിലീപ് എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം അദ്ദേഹം ആലുവയിലെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപിൻ്റെ സഹോദരിമാരുണ്ട്, കാവ്യ മാധവനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദിലീപിൻ്റെ കുട്ടിയുണ്ട്, മൂത്ത മകളുണ്ട്. അവരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ വിധി വരാൻ വേണ്ടി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു, ബന്ധുക്കളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. 8 വർഷത്തോളം നീണ്ടുനിന്ന ഒരു അനിശ്ചിതാവസ്ഥ ദിലീപിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള നിരീക്ഷണങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസമായി പൂർണ്ണമായും കുറ്റവിമുക്തനായി എത്തിയിരിക്കുന്ന ഒരു ദിലീപിനെയാണ് നമുക്ക് ഇപ്പോൾ വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പീലിനും മറ്റും പോകും, നിയമപോരാട്ടം തുടരും. എങ്കിൽ പോലും വലിയ ആശ്വാസം ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ അവരുടെ സ്നേഹ പ്രകടനങ്ങളിലും മറ്റും വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ദിലീപുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾക്കിടയിൽ കൂടിയായിരുന്നു ഈ കുടുംബവും കടന്നുപോയിരുന്നത്. ഒരു വലിയ നടൻ കരിയറിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കേസ് വരുന്നു, അതും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് തന്നെ. സിനിമാ രംഗത്തെ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നു, ദിലീപ് ആ തരത്തിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെടുന്നു. അതിനുശേഷം നീണ്ട നിയമ പോരാട്ടമാണ്. സിനിമയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സിനിമാ രംഗം രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ സംഭവിക്കുന്നു. പല ആളുകളും സിനിമയിൽ ദിലീപിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന പല ആളുകളും എതിരെ മൊഴി പറയുന്നു. അവരിൽ പലരും പിന്നീട് മൊഴി മാറ്റുന്ന സാഹചര്യം ഒരുങ്ങുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സിനിമാ മേഖലയെ, നേരത്തെയൊക്കെ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞതുപോലെ 2017 ഫെബ്രുവരി 17 മുൻപും പിൻപും എന്ന് സിനിമാ മേഖലയെ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടം. കാരണം മലയാള സിനിമയിൽ അത് സാധാരണമായ ഒരു സംഭവമായിരുന്നു. ഒരു നടൻ ഒരു ക്രിമിനൽ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കപ്പെടുന്നു, 85 ദിവസം ജയിലിൽ കിടക്കുന്നു. ആ ജയിലിൽ കിടന്ന സാഹചര്യമൊക്കെ നമ്മളന്ന് കണ്ടതാണ്. ദിലീപിൻ്റെ വല്ലാത്ത അവസ്ഥകളൊക്കെ പിന്നീട് ശ്രീലേഖ IPS ചില അഭിമുഖങ്ങളിലൂടെ ജയിലിലുള്ള ദിലീപിൻ്റെ അവസ്ഥയൊക്കെ വിവരിച്ചതും മറ്റും നമ്മൾ കണ്ടതാണ്. അത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം ഇപ്പോൾ സെഷൻസ് കോടതിയുടെ കരുണയിൽ ജീവിതം തിരിച്ചുപിടിക്കുന്ന ദിലീപിനെ നമ്മൾ കാണുന്നു. ദിലീപിൻ്റെ സിനിമ റിലീസാവുകയാണ് 17-ാം തീയതി. ഭബ്ബ എന്ന സിനിമയിൽ സൂപ്പർ താരം മോഹൻലാലും അഭിനയിക്കുന്നുണ്ട്, ഗസ്റ്റ് റോളിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലായിരിക്കും
ആയിരിക്കും ഒരുപക്ഷെ ദിലീപ് ഇനിയും ഒരുപക്ഷെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽപ്പുള്ള സാഹചര്യമാണ് ദിലീപിന് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെയും നിയമ പോരാട്ടം ദിലീപിനെ കാത്തിരിക്കുന്നുണ്ട്, നിയമവഴികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പീലുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കാര്യങ്ങൾ കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നിയമ പോരാട്ടത്തിൽ ദിലീപ് വളരെ വ്യക്തമായി തന്നെ മറുപടികൾ പറയേണ്ടി വരുന്ന പശ്ചാത്തലമുണ്ടാകും, വാദഗതികൾ തെളിയും. പക്ഷേ സിനിമാ സംഘടനകളുടെ ഒരു പിന്തുണ ദിലീപിനുണ്ടാകുന്നു. അല്പം മുമ്പാണ് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയിൽ ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞത്. സുരേഷ് കുമാർ നിർമ്മാതാവ് നടൻ സുരേഷ് കുമാർ പറഞ്ഞത് ദിലീപിന് നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയാണ്, ഈ കോടികളുടെ കണക്ക് പറയേണ്ടി വരും എല്ലാവരും എന്ന രീതിയിലുള്ള പ്രതികരണം വരുന്നു. പൂർണ്ണമായും സിനിമാ മേഖലയിലെ പിന്തുണ ദിലീപിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള സന്തോഷ പ്രകടനം അവിടെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള നിയമവഴികളിൽ കൂടി കടന്നുപോയ ഒരാൾ കൂടിയാണ് ദിലീപ്. 9 വർഷം നീണ്ടുനിന്ന വിചാരണയാണ്. 2017 നടന്ന ഒരു സംഭവം, അതിനുശേഷം നടക്കുന്ന വിചാരണ നടപടികൾ, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നടൻ, ജനപ്രിയ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട് സിനിമയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ വിരാജിച്ചിരുന്ന ദിലീപാണ്. മിക്ക സംഘടനകളുടെയും തലപ്പത്ത് ദിലീപായിരുന്നു. ഫെഫ്കയുടെ, അമ്മയുടെ, ഒപ്പം സിനിമ എക്സിബിറ്റേഴ്സിൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ദിലീപിൻ്റെ പങ്കാളിത്തം, സ്വാധീനമൊക്കെ വളരെ വലുതായിരുന്നു ഈ കേസിന് മുൻപ്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. ആജ്ഞ കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിലെ സാഹചര്യം? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദിലീപിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ദിലീപിന് വേണ്ടി കേക്ക് കട്ടിംഗ് നടത്തുന്നു, ലഡു വിതരണം നടത്തുന്നു. ഈ ആഘോഷത്തിന്റെ ഒക്കെ നിറവിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത്. ദിലീപ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് കഴിഞ്ഞ 8 വർഷം തന്റെ കരിയർ, ജീവിതം ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംഘങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നെ ഇത്തരത്തിൽ തന്റെ ജീവിതം ഇല്ലാണ്ടതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഗൂഢാലോചനയാണ്. അതിൽ തന്റെ മുൻ ഭാര്യ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയ, അതായത് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയ സമ്മേളനത്തിൽ ആദ്യമായി മഞ്ജു വാര്യരാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതിനുശേഷം ആണ് അപ്പോഴാണ് പോലീസിന് അത് തന്റെ നേരെ തിരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. അതുകൊണ്ടാണ് അതിൽ താൻ പെട്ടുപോയത് എന്നുള്ളതാണ് ദിലീപിന്റെ വേർഷൻ. അതേസമയം തന്നെ ഇത് അന്തിമ വിധിയല്ല, അപെക്സ് കോർട്ടുകളുണ്ട്, മുന്നോട്ട് പോകേണ്ടി വരും. ദിലീപിന് വീണ്ടും പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കോടതി നടപടികളുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകേണ്ടി വരും. പ്രോസിക്യൂഷനെ ഇനി നേരിടേണ്ടി വരും. പ്രോസിക്യൂഷൻ ഇത്തരം കാര്യങ്ങളിൽ, അതായത് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനി പോകേണ്ടി വരുന്ന ഒരവസ്ഥ കൂടിയുണ്ട് രഞ്ജിത്ത്. എന്തായാലും ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് ദിലീപ് ആരോപിക്കുന്ന ഒരു സാഹചര്യം. അതാണ് എന്തായാലും. അതേസമയം തന്നെ ഇത് അന്തിമ വിധിയല്ല എന്ന് തന്നെ ഈ അന്വേഷണ സംഘം മുൻ മേധാവി സന്ധ്യ IPS പറഞ്ഞതായി നമുക്കറിയാം. നിയമമന്ത്രി രാജീവ് പറഞ്ഞത് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാരിന്റെ നീക്കം. അതുകൊണ്ട് ഉയർന്ന കോടതികളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന സാഹചര്യം ദിലീപിനെതിരെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ പ്രധാന അപാകത. അതേസമയം 1 മുതൽ 6 പ്രതികൾ, 6 പേരും കുറ്റക്കാരാണ്, പ്രതികളും കുറ്റക്കാരാണ് എന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിന്റെ വിധി. അങ്ങനെയാണ്, കണ്ടെത്തൽ അങ്ങനെയാണ്. അതിനുശേഷം ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ദിലീപ് ഈ വിഷയത്തിൽ, അതല്ലെങ്കിൽ ദിലീപ് ഈ വിഷയത്തിൽ നടത്തിയ ഗൂഢാലോചന വ്യക്തമാക്കാൻ, അത് തെളിയിക്കാൻ ഇതുവരെ ഇതിന് കഴിഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്. അതേസമയം 2021 ഡിസംബറിലാണ് ഈ സംവിധായകൻ ബാലചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട്
ദിലീപിനെതിരെയുള്ള തെളിവുമായി ബന്ധപ്പെട്ട, അതായത് ദിലീപിന്റെ ഒപ്പം പൾസർ സുനിയെ 2016 ദിലീപിന്റെ പത്മസരോവരം വീട്ടിൽ, അതായത് ആലുവയിലെ ഈ വീട്ടിന്റെ സമീപത്ത് വെച്ച് വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. അത് അന്ന് ദിലീപ് തോളിൽ കൈയിട്ടാണ് പൾസർ സുനിയോട് സംസാരിച്ചിരുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപാണ് ഇത് പൾസർ സുനി എന്ന് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ഇവനെ പൾസർ സുനി എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയുള്ളൂ, എവിടെയെങ്കിലും പൾസർ ബൈക്ക് വെച്ചത് അപ്പോഴേ അടിച്ചുകൊണ്ട് പോകും എന്നൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് പൾസർ സുനിയെ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു വെളിപ്പെടുത്തലാണ്, അതായത് കോവിഡ് കാലവും കഴിഞ്ഞ ശേഷമുള്ള പിന്നീടുണ്ടായ വെളിപ്പെടുത്തലാണ് വീണ്ടും അതിൽ അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്, അന്വേഷണം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തൽ ഈ കേസിൽ, അതായത് ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ എന്നതിനെ ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രോസിക്യൂഷൻ നീക്കം അത് ശക്തമാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പ്രോസിക്യൂഷൻ ഈ ദിലീപിന്റെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ അഭിപ്രായത്തിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇയാള് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് പലവിധ ബന്ധങ്ങൾ കാണും. പൾസർ സുനിയെ വിളിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ 6 പ്രതികളുമായി ബന്ധമുണ്ടാകും. അത്തരത്തിൽ വളരെ വൈഡായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉള്ള ഒരു ആളാണ് ദിലീപ്. അങ്ങനെയുള്ള ഒരാളെ ഈ ഒരു കേസിൽ, അതല്ലെങ്കിൽ ഇത്തരം ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ഈ അഡ്വക്കേറ്റ് രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. സത്യവും നീതിയും ന്യായവും ദിലീപിന്റെ ഒപ്പമാണ്, അതുകൊണ്ടാണ് ഈ കേസ് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർക്ക് ശക്തി പകർന്നവർ ആരെന്ന ചോദ്യം ബാക്കിയെന്നാണ് CPIയുടെ പ്രതികരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇക്കാര്യം പറഞ്ഞത്. സിനിമയിൽ നീതിക്ക് വേണ്ടിയുള്ള സമരം ഇപ്പോഴത്തെ വിധിയോടെ അവസാനിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ ഈ പ്രതികൾക്ക് ഈ കുറ്റം ചെയ്യാൻ ആരാണ് തുണയായത്, ആരുടെ പിൻബലമാണ് അത് സഹായിച്ചത്, അവർക്ക് ഉത്തരം കിട്ടാൻ ബാക്കിയുള്ളൂ. തൽക്കാലം കോടതി അവരെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിനപ്പുറവും കോടതി ഉണ്ടല്ലോ, വിചാരണയും ഉണ്ടാകും. അത്തരം കോടതിയിലും ആ വിചാരണ വേളയിലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഇതിൻ്റെ പുറകിൽ പലരും ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും സർക്കാർ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ പ്രോസിക്യൂഷനും അപ്പീലിന് ഒരുങ്ങുന്നു. നിയമ പോരാട്ടം തുടരും. ദിലീപ് ഈ കോടതി വിധി വന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. നമുക്ക് ദിലീപിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സർ, രഞ്ജിത റോത്തഗി, പ്രഗ്യമം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്,
എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ്? ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ്? ദിലീപിന്റെ വാക്കുകളാണ് കേട്ടത്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ദിലീപിന്റെ പ്രതികരണം. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,955, പവന് 95,640. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,890, പവന് 79,120. വെള്ളി ഗ്രാമിന് 192, കിലോയ്ക്ക് 1,92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. നടിയെ ആക്രമിച്ച കേസിൽ എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി? കൂടുതൽ വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് സ്പോട്ട് ലൈവിൽ ചേരും.